ചെറുതന പഞ്ചായത്തിൽ 8ാം വാർഡിലാണ് വിദ്യാധരനും കുടുംബവും താമസിക്കുന്നത്. 43-കാരനായ വിദ്യാധരൻ ഇരുവൃക്കകളും തകരാറിലായി ചികിത്സയിലായിട്ട് ഏകദേശം 3 വർഷത്തോളമാകുന്നു. ഭാര്യയും 2 മക്കളും അടങ്ങുന്നതാണ് വിദ്യാധരന്റെ കുടുംബം. മൂത്ത മകൾ ദീപിക തിരുനെൽവേലിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പഠിക്കുകയാണ്. ഇളയ മകൻ ബിബിൻ 9ാം ക്ലാസ്സിലും. കുടുംബത്തിന്റെ അത്താണിയായ വിദ്യാധരൻ ചികിത്സയിലായതോടെ ഈ കുടുംബത്തിന്റെ മുന്നോട്ടുള്ള പോക്ക് പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഒപ്പം ദീപികയുടെ വിദ്യാഭ്യാസവും. 1.5 വർഷത്തോളമായി വിദ്യാധരനിൽ രോഗം മൂർച്ഛിച്ചിട്ട്. തുടർന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജ്, കോട്ടയം മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിൽ ഓരോ മാസം ചികിത്സ തേടി. ഇദ്ദേഹത്തിന്റെ ചികിത്സയ്ക്കായി ഇതിനോടകം ലക്ഷങ്ങൾ ചിലവായതായി ഭാര്യ ലത പറയുന്നു. 3 വർഷം കൊണ്ട് അസുഖമാണ്. 1 മാസത്തോളം വണ്ടാനത്ത് കിടന്ന്, 1.5 മാസത്തോളം കോട്ടയത്ത് കിടന്ന്, ഞങ്ങളെ കൊണ്ട് കഴിവില്ലാതെ നാട്ടുകാർ പിരിവെല്ലാം എടുത്ത് സഹായിച്ച് അങ്ങനെ ഇത്രമേ പോയി. പിന്നെ കൊച്ച് പഠിക്കുന്നുണ്ടായിരുന്നു. കൊച്ചിൻ്റെ പഠിത്തം പിന്നെ ഒരു സാർ ഇതുപോലെ പറഞ്ഞു, പഠിത്തം നിർത്തണ്ട, ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കോളാം. അത് ഇപ്പം ലക്ഷങ്ങളോളം ചിലവായിട്ടുണ്ട്. ഒരുപാട് പൈസ കടവുമായി, ഞങ്ങളാകപ്പാടെ ഇതിലായി. അങ്ങനെ ഇതിലിപ്പോൾ തരാനുള്ള നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും സഹായത്തിലാണ് ഇതുവരെയുള്ള ചികിത്സ നടത്തി വന്നത്. ഇതിനോടകം 40ഓളം ഡയാലിസിസിനും ഇദ്ദേഹം വിധേയനായിട്ടുണ്ട്. ഒരു ഡയാലിസിസ് നടത്തണമെങ്കിൽ വേണ്ടത് 5000 രൂപയാണ്. ഡയാലിസിസിന് പുറമെ 13 തരം ഗുളികകളുമുണ്ട്. ഇതിന് തന്നെ 3000-ൽ പരം രൂപയാകും. സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് 2 ഡയാലിസിസ് മുടങ്ങിയതായും വിദ്യാധരൻ പറയുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് ഞാൻ പുറത്ത് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് തൊട്ടടുത്ത് എവിടെയെങ്കിലും പോയി ഇത് ഡയാലിസിസ് നടക്കണം, ഡയാലിസിസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് അപകടം ഉണ്ടാകും. പിന്നെ ഞാൻ പിന്നെ ഇവിടെ അടുത്തൊരു സജ്ജീവനി എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലുണ്ട് കൊല്ലകടവിൽ, ചെങ്ങന്നൂർ. അവിടെ ആണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒരാഴ്ച 2 ഡയാലിസിസ് ചെയ്യണം. ഒരു ഡയാലിസിന് 5000 രൂപയ്ക്ക് മുകളിൽ വേണം. ഒരു ഡയാലിസിസ് ചെയ്ത് ഇറങ്ങി വരുമ്പോൾ ആഴ്ചയിൽ അങ്ങനെ 2 എണ്ണമാണ് ചെയ്യേണ്ടത്. എൻ്റെ ഈ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് നടക്കുക എന്ന് പറയുന്നത് അത്ഭുതം പിടിച്ച സംഭവമാണ്. ഇപ്പോൾ തന്നെ 3-4 നടന്നു. ഇപ്പോൾ 2 എണ്ണം മുടങ്ങിപ്പോയി. കാരണം പൈസ ഇല്ലാത്ത ഒരു സ്ഥിതിയിലേക്കാണ്. ഇനിയിപ്പോൾ നാളെ ഡയാലിസിസ്. എൻ്റെ കയ്യിലാണ് 1 രൂപ പോലും എടുക്കാനില്ലാത്തൊരു സ്ഥിതിയാണ്. അപ്പം തനിക്കുണ്ടായ ഈ ദുരവസ്ഥയിൽ മക്കളുടെ വിദ്യാഭ്യാസം മുടങ്ങുമോ എന്ന ആശങ്കയിലാണ് വിദ്യാധരൻ. ഇനി ഡയാലിസിസ് നടത്തുന്നത് കൊണ്ട് പ്രയോജനമില്ലെന്നും ഒരു വൃക്ക മാറ്റിവെക്കുകയെ നിവൃത്തിയുള്ളൂവെന്നും ഡോക്ടർമാർ വിധിയെഴുതി. എന്നാൽ വിദ്യാധരൻ ആകെ സ്വന്തമായുള്ളത് EMS ഭവന പദ്ധതി പ്രകാരം ലഭിച്ച ഒരു വീട് മാത്രം. വൃക്ക മാറ്റിവെക്കണമെങ്കിൽ ലക്ഷങ്ങൾ വേണ്ടിവരും. ഇപ്പോൾ നാട്ടുകാരുടെ സഹായത്താൽ ജീവിക്കുന്ന ഈ കുടുംബം വൃക്ക മാറ്റിവെക്കാൻ ലക്ഷങ്ങൾ എങ്ങനെ കണ്ടെത്തും? എങ്കിലും വിദ്യാധരനും കുടുംബവും പ്രാർത്ഥനയോടെ കഴിയുകയാണ്. കനിവുള്ളവർ കരുണ കാണിക്കുമെന്ന വിശ്വാസത്തിൽ.